കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, എപ്പോഴാണ് അപ്പുണ്ണി ഹാജരായത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ഇപ്പോൾ അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആലുവ പോലീസ് ക്ലബിൽ ഹാജരായത്. അപ്പുണ്ണിയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അപ്പുണ്ണി വ്യക്തമായി മറുപടി നൽകിയില്ല. അപ്പുണ്ണി അല്പം പോലും ഒന്നും സംസാരിക്കാതെയാണ് അപ്പുണ്ണി കടന്നുപോയത്. എന്തായാലും അല്പസമയത്തിന് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് അപ്പുണ്ണി ഇപ്പോൾ കയറിപ്പോട്ട് ആലുവ പോലീസ് ക്ലബിലേക്ക്. ആലുവ പോലീസ് ക്ലബിൽ പെരുമ്പാവൂർ CI അടക്കമുള്ളവർ അവിടെ ഉണ്ട്. പെരുമ്പാവൂർ CIയും അതുപോലെ ക്രൈംബ്രാഞ്ച് SP സുദർശൻ അടക്കമുള്ളവർ ഇവിടെ ആലുവ പോലീസ് ക്ലബിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. അപ്പുണ്ണി 11 മണിക്ക് ഹാജരാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അപ്പുണ്ണി അല്പസമയത്തിന് മുമ്പ് ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് അപ്പുണ്ണി ഇവിടെ ആലുവ പോലീസ് ക്ലബിൽ എത്തിയത്. നേരത്തെ 13 മണിക്കൂറോളം അപ്പുണ്ണിയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെ അപ്പുണ്ണി ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിൽ പോയ ശേഷം അപ്പുണ്ണിക്കായി പോലീസ് നിരവധി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് അപ്പുണ്ണി അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി അപ്പുണ്ണിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കാനും ആവശ്യപ്പെടുകയായിരുന്നു. ശനിയാഴ്ചയാണ് അപ്പുണ്ണിക്ക് ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് തിങ്കളാഴ്ച 11 മണിയോടെ ഇപ്പോൾ അപ്പുണ്ണി ഇവിടെ ഹാജരായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യും. അവിടെ അന്വേഷണ ചുമതലയുള്ള പെരുമ്പാവൂർ CI അടക്കമുള്ള പെരുമ്പാവൂർ CI ബൈജി പൗലോസ്, അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് SP സുദർശൻ അടക്കമുള്ളവർ ഇവിടെ രാവിലെ മുതൽ എത്തിയിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക ഘടകമായിരുന്നു അപ്പുണ്ണി. പൾസർ സുനി ദിലീപുമായി വിളിക്കുവാൻ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനുള്ള പ്രധാന കണ്ണി അപ്പുണ്ണിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് സംബന്ധിച്ച് നിരവധി തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കനാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി അപ്പുണ്ണിയെ നിരവധി തവണ വിളിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ദിലീപിന്റെ സാന്നിധ്യവും അപ്പുണ്ണിക്കൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റു ചിലർ ചോദ്യം ചെയ്തപ്പോഴും ഈ ദിലീപുമായി ബന്ധപ്പെടാൻ വിളിച്ചിരുന്നത് അപ്പുണ്ണിയാണെന്നും അവരും സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് പൾസർ സുനി വിളിച്ചത് അപ്പുണ്ണിയല്ല, മറിച്ച് ദിലീപുമായി സംസാരിക്കാനായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ ഫോണിലേക്ക് ഇതുവരെ പൾസർ സുനി വിളിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ദിലീപിന്റെ ഏറ്റവും വിശ്വസ്തനും മാനേജറുമായ അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്തത്. ഇതിൽ നിന്ന് തന്നെ മാത്രമല്ല, മൊബൈൽ ടവർ ലൊക്കേഷനുമായി അപ്പുണ്ണിയെ നിരവധി തവണ പൾസർ സുനി വിളിച്ചിരുന്നതായും ഈ സമയങ്ങളെല്ലാം ദിലീപിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് അപ്പുണ്ണിയെ വിളിച്ചു വരുത്തിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയും. ഒരുപക്ഷെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുവാനും ചിലപ്പോൾ അറസ്റ്റ് വരെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഞ്ജു, തീർച്ചയായും സിബി, എന്തായാലും സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ചോദ്യം ചെയ്യലുകളുടെ നിമിഷങ്ങളാണ്. ആ മണിക്കൂറുകൾ ഈ കേസിൽ ഏറെ നിർണായകമാകുമെന്ന് തന്നെ ഉറപ്പാണ്. ഒരുപക്ഷെ ദിലീപ് നൽകിയ മൊഴിയിൽ അപ്പുണ്ണി നൽകിയ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് തന്നെയാകില്ലേ ഒരുപക്ഷെ പോലീസ് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലിലൂടെ നടത്തുക? ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ദിലീപും അപ്പുണ്ണിയും നാദൃശ്യം നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും അപ്പുണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമിച്ചത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അപ്പുണ്ണി ഒളിവിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസിൽ നിർണായകമായ നിരവധി തെളിവുകൾ അതിനുശേഷം പോലീസ് ശേഖരിക്കുകയുണ്ടായി. മാത്രമല്ല, ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ സ്ഥലങ്ങളെല്ലാം കൂടി തെളിവെടുക്കുകയും ചെയ്തു. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഫോൺ ടേക്കുകൾ പോലീസ് കണ്ടെടുത്തു. ഈ കേസിൽ നിരവധി മുന്നോട്ട് പോയതിനു ശേഷമാണ്, അല്ലെങ്കിൽ നിരവധി പുരോഗതി കൈവരിച്ചതിന് ശേഷമാണ് എന്തായാലും ഇപ്പോൾ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ അപ്പുണ്ണിക്കെതിരെ പോലീസിന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയതെന്ന കാര്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് പൾസർ സുനിയെ വിളിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ഈ കൃത്യം നടന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചന അപ്പുണ്ണിക്ക് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. പ്രധാനമായും ദിലീപും അതോടൊപ്പം തന്നെ പൾസർ സുനിയും മാത്രം നടത്തിയ ഒരു ഗൂഢാലോചന ആണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ അപ്പുണ്ണിക്കും ഈ കേസിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഈ കുറ്റകൃത്യം മറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അപ്പുണ്ണി കൂട്ടുനിന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി വിളിച്ചിരുന്നത് അപ്പുണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പുണ്ണി ഈ കേസിൽ നിർണായക ഘടകമാണെന്നും പോലീസ് കരുതുന്നതും ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. എന്തായാലും ഈ കേസിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാവും ഇന്ന് അപ്പുണ്ണിയെ
അപ്പുണ്ണിയെ ശരി, ചോദ്യം ചെയ്യുക. വ്യക്തമാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയാണ് അപ്പുണ്ണി ഹാജരായത്. അപ്പുണ്ണിക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഹാജരായിരിക്കുന്നത്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.